എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് നമ്മുടെ പ്രാന്തൻ ലൂഫി അവനാണെങ്കിൽ സ്കെൽട്ടനെയും കൂട്ടി നമ്മുടെ ആൾക്കാരുടെ കപ്പലിലേക്ക് വരും. അതിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ ആൾക്കാർക്ക് പേടിയും വെറുപ്പൊക്കെ തോന്നും. പക്ഷെ അതിനാണെങ്കിൽ ഒരു നിധി കിട്ടിയ സന്തോഷമാണ്. എല്ലാവരോടും വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും അത് പെരുമാറും. ഇവിടെ ചോപ്പർ ആണെങ്കിൽ കയ്യിലൊരു കുരിശൊക്കെ പിടിച്ച് അങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും ചോപ്പറിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഉസോപ്പിനെ കാണുക. അവനാണെങ്കിൽ കയ്യിൽ വലിയ കുരിശും നാരങ്ങാമാലയും രുദ്രാക്ഷമൊക്കെ ഇട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ഗോഡ് ഞാൻ കമാൻഡ് ചെയ്യുന്നു, പിശാശേ നീ പുറകിലേക്ക് പോന്നൊക്കെ പറഞ്ഞ് അവന്റെ അടുത്തേക്ക് വരും. അത് കണ്ട സ്കെൽട്ടൻ അത് പതിയെ പതിയെ പുറകിലേക്ക് പോവാണ്. ചോപ്പറിനാണെങ്കിൽ ഭയങ്കര സന്തോഷാവും. ഉസോപ്പിന്റെ ട്രിക്ക് അത് വർക്കൗട്ട് ആവുന്നുണ്ടെന്നും പറഞ്ഞ് ചോപ്പർ നോക്കിയിരിക്കും. ഉസോപ്പ് പറയും, ഒരു കാരണവശാലും ഇതിനെ മറികടന്ന് ഒരു ഈവിൾ സ്പിരിറ്റും മുൻപോട്ടേക്ക് വരില്ല. ഇത് കേട്ട് ആ സ്കെൽട്ടൻ ഷോക്കാവും. ഈവിൾ സ്പിരിറ്റോ? എവിടെ എവിടെ എന്നൊക്കെ ചോദിച്ച് അത് ചുറ്റും നോക്കും. ഉസോപ്പിനാണെങ്കിൽ അത് കേട്ട് തലയ്ക്ക് ഭ്രാന്താവും. നീയാണ് ഈവിൾ സ്പിരിറ്റ്, മറ്റാരുമല്ല. ഉസോപ്പ് ആണെങ്കിൽ അടിച്ചു പറയും, ഇതൊരിക്കലും ഒരു പ്രേതാവാൻ ചാൻസ് ഇല്ല. കാരണം പ്രേതങ്ങൾ ഒരിക്കലും ഇതുപോലെ സംസാരിക്കില്ല. മാത്രമല്ല പ്രേതങ്ങളില് ഇത്രയും വലിയ മണ്ടന്മാരില്ല. അതുപോലെ തന്നെ ഇവന്റെ തല മുഴുവൻ പ്രിങ് പോലത്തെ മുടിയാണ്. സോ എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും ഒരു സ്വപ്ന ലോകത്താണെന്നാണ്. ഉടനെ അത് കേട്ട് ചോപ്പർ, ഓ മൈ ഗോഡ്, ഞാൻ വെറുതെ പേടിച്ചു. സോ നമ്മളെല്ലാവരും സ്വപ്നം കാണുകയാണല്ലേ? ഓക്കെ, എങ്കിൽ ഗുഡ് നൈറ്റ്, ഞാൻ പോയി കുറച്ചേരം കിടക്കട്ടെ എന്ന് പറഞ്ഞ് ചോപ്പർ വീണ്ടും പോയി കിടക്കും. അടുത്ത സെക്കൻഡ് ഗുഡ് മോർണിംഗ്, കണ്ണു തുറക്കൂ എന്നൊരു ശബ്ദം കേൾക്കും. ചോപ്പർ പതിയെ കണ്ണു തുറക്കും. അവന്റെ തൊട്ടു മുൻപില് ആ സ്കെൽട്ടൻ. അതിനെ കണ്ട് ചോപ്പറിന്റെ കൺട്രോൾ പോയി അവൻ നിലവിളിച്ച് കരയും. ലൂഫിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷാവും. അവൻ പറയും, വാവ്, ആ സ്കെൽട്ടൻ ഞാൻ കരുതിയതുപോലെയല്ല, ഭയങ്കര എന്റർടൈനർ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇവനെ ഞാൻ എന്റെ ടീമിൽ ചേർത്തത്. അത് കേട്ട് സോറോ അവൻ ഷോക്കാവും. യു ആർ അൺബിലീവബിൾ, നീ ഇങ്ങനെ ഒരുത്തനായിരുന്നോ? ഇതുപോലൊരു സ്കെൽറ്റനെ നീ എങ്ങനെ നമ്മുടെ ടീമിൽ ചേർത്തു? അവൻ സാഞ്ചിയോടും നാമിയോടും ചോദിക്കും. നിങ്ങളെ രണ്ടുപേരും ഞാൻ ലൂഫിയുടെ കൂടെ അയച്ചത് ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ അവൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ടും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും ചെയ്യാനായില്ലല്ലേ? അതിനവരാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാതെ തല താഴ്ത്തി നിൽക്കും. ഇവിടെ സ്കെൽറ്റൻ ആണെങ്കിൽ അതൊന്നും മൈൻഡ് പോലും ചെയ്യില്ല. നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞിരുന്നിട്ട് യാതൊരു കാര്യമില്ല. വായോ എന്തെങ്കിലുമൊക്കെ കഴിക്കാന്ന് പറഞ്ഞ് അവനിപ്പോ ഡൈനിങ് റൂമിലേക്ക് പോവും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ എന്താ പറയണ്ടേ, എന്താ ചെയ്യണ്ടേ എന്നൊന്നും അറിയില്ല. അവരുടെ കപ്പലിന്റെ കൺട്രോള് അത് പതിയെ പതിയെ ഇപ്പൊ സ്കെൽട്ടൻ ഏറ്റെടുക്കുകയാണ്. സ്കെൽട്ടൻ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ കപ്പലിലുള്ള ഓരോ സാധനങ്ങൾ കണ്ടിട്ടും ഒരുപാട് അത്ഭുതം തോന്നും. വാവ്, ഈ ഡൈനിങ് ടേബിൾ അടിപൊളിയാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ആക്സസറീസ്, നിങ്ങളുടെ കിച്ചൺ എല്ലാം തന്നെ വെരി നീറ്റ് ആൻഡ് ഹൈജീൻ ആണ്. അതിന് ഫ്രാങ്കി പറയും, അതെ, കാരണം ഈ കപ്പൽ നിർമ്മിച്ചത് ഞാനും എന്റെ ആൾക്കാരുമാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് നിങ്ങൾ ഈ കപ്പല് അത് കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ സാഞ്ചി ആണെങ്കിൽ ഇപ്പൊ കാര്യമായിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങും. അവൻ കുക്ക് ചെയ്തോണ്ട് ഫ്രാങ്കിയോട് പറയും, ആവശ്യമില്ലാതെ നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നും അവന് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ഉടനെ ആ സ്കെൽറ്റന് ഇപ്പൊ സാഞ്ചി ഉണ്ടാക്കുന്ന ഫുഡിന്റെ സ്മെല്ലടിക്കും. വാവ്, ആക്ച്വലി സ്മെല്ല് അത് അടിപൊളിയാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഞാൻ മര്യാദയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഒത്തിരി കാലായി. അങ്ങനെ ഫുഡ് കഴിക്കാതെയാണ് ഞാൻ മെലിഞ്ഞുണങ്ങി ഇങ്ങനെ ഒരു അസ്ഥിവഞ്ചനം പോലെയായിരുന്നു പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിക്കും. ഇത് കേട്ട് ലൂഫിക്കും അവന്റെ ചിരി അടക്കാൻ കഴിയില്ല. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിച്ചിരിക്കും. ബാക്കിയുള്ള ആൾക്കാർക്കാണെങ്കിൽ അവരുടെ ദേഷ്യം അത് കൂടിക്കൂടി വരാണ്. ഗായ്സ്, എനിക്ക് വിശക്കുന്നു, ഫുഡ് കൊണ്ടുപോയോ എന്ന് പറഞ്ഞ് അവൻ നിലവിളിക്കാൻ തുടങ്ങും. ലൂഫി ആണെങ്കിൽ അപ്പോഴായിരിക്കും അവന്റെ പേര് ചോദിക്കുക. അതിനവൻ പറയും, എന്റെ പേര് ബ്രൂക്ക് എന്നാണ്. അടുത്ത സെക്കൻഡ് സാഞ്ചി ആണെങ്കിൽ അവർക്ക് കഴിക്കാനുള്ള ഫുഡ് മുഴുവൻ അവിടേക്ക് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യും. ലൂഫി ആണെങ്കിൽ വാ നിറച്ച് ഭക്ഷണം അങ്ങനെ കുത്തി കയറ്റും. എന്നിട്ട് ബ്രൂക്കിനോട് പറയും, നീ വേണമെങ്കിൽ ഇഷ്ടം പോലെ തിന്നോ. സാഞ്ചിയുടെ കൈപുണ്യം അതൊന്നും വേറെ തന്നെയാണ്. അത് കണ്ട് ബ്രൂക്കിനാണെങ്കിൽ അവന്റെ കണ്ണു നിറയും. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടായിരിക്കും ഇപ്പൊ ബ്രൂക്ക് അവന്റെ യഥാർത്ഥ കഥ അത് അവരോട് പറയാ. ആക്ച്വലി ഞാൻ മരിച്ചിട്ട് 10 കൊല്ലമായി. പക്ഷെ എനിക്ക് ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ രൂപത്തില് ഞാൻ ജീവിച്ചിരിക്കുന്നത്. അത് കേട്ട് നമ്മുടെ ആൾക്കാർക്ക് ഡബിൾ ഷോക്കാവും. അപ്പൊ അവൻ പറയും, ഞാനും നിങ്ങളെപ്പോലെ തന്നെ വലിയൊരു പൈറട്ടായിരുന്നു. പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഞാനും എന്റെ ഫ്രണ്ട്സും ഞങ്ങൾ ഡെവിൾ സീയില് കപ്പലുമായിട്ട് അങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഒരു വലിയ പൈററ്റ് കപ്പല് അത് അവിടേക്ക് വന്ന് ഞങ്ങളുടെ കപ്പലുണ്ടായിരുന്ന എല്ലാവരെയും നിഷ്കരണം ഷൂട്ട് ചെയ്ത് കൊന്നുകളഞ്ഞു. അങ്ങനെ മരിച്ചവനാണ് ഞാനും.
പക്ഷേ എനിക്ക് ഡബിൾ ഫ്രൂട്ടിന്റെ പവർ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും റീവൈവായി ജീവിച്ചിരുന്നു. അതുകൊണ്ടാണ് എന്നെ മാത്രം ആ കപ്പലിൽ കാണാൻ കഴിഞ്ഞത്. ആക്ച്വലി എന്റെ സോള് അതെന്റെ ബോഡി അന്വേഷിച്ച് ഒരുപാട് അലഞ്ഞു നടന്നു. പക്ഷേ ഞാനൊരു അസ്ഥിപഞ്ജരമായി മാറിയപ്പോഴാണ് സോളിന് എന്റെ ബോഡി കണ്ടുപിടിക്കാനായത്. നിങ്ങൾ കണ്ടില്ലേ, എനിക്കിപ്പോ കണ്ണും മൂക്കും വായു ഒന്നുമില്ല. പക്ഷെ എനിക്ക് നന്നായിട്ട് സംസാരിക്കാനും ഫുഡ് കഴിക്കാനും കാണാനും ഒക്കെ പറ്റും. നിങ്ങളുടെ ലൈഫില് ഏതെങ്കിലും ഒരു സ്കെൽട്ടണ് തലയിൽ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള മുടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ എന്റെ മുടി അത് ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര തിക്കുമാണ്. ഇതെല്ലാം സാധ്യമായത് അതാ ഡബിൾ ഫ്രൂട്ടിന്റെ പവർ ഒന്നുകൊണ്ട് മാത്രമാണ്. സോ ഞാൻ ഈ വേൾഡിൽ തന്നെ ഭയങ്കര യുണീക്കാണ്. പക്ഷെ ഉസോപ്പിനാണെങ്കിൽ അവന്റെ കൺഫ്യൂഷൻ മാറില്ല. നീ പ്രേതം അല്ലെങ്കിൽ പിന്നെ നീ ആരാണ്? മനുഷ്യനോ? കണ്ട ഒരു മനുഷ്യനായിട്ടും പ്രേതമായിട്ടും തോന്നില്ല. സത്യം പറയും, നീ ആരാണ്? അതിന് അവനാണെങ്കിൽ പേടിച്ചു പറയും, ദയവ് ചെയ്ത് പ്രേതത്തിന്റെയും ഭൂതത്തിന്റെയും കാര്യമൊന്നും എന്നോട് പറയരുത്. ഞാൻ അവറ്റകളെ ഓർക്കാറില്ല. നിങ്ങളെപ്പോലെ തന്നെ പ്രേതത്തെയും ഭൂതത്തെയും എനിക്കും ഭയങ്കര പേടിയാണ്. ഉടനെ നാമി പറയും, നിനക്ക് ഭൂതത്തെ ഇത്രയും പേടിയാണെങ്കിൽ നീ ആദ്യം നിന്റെ മുഖം തന്നെ കണ്ണാടി നോക്കാൻ പറഞ്ഞ് അവന്റെ മുൻപിലേക്ക് കണ്ണാടി നീട്ടും. അവൻ പറയും, ഓ നോ, ദയവ് ചെയ്ത് കണ്ണാടി എനിക്ക് കാണിക്കരുതെന്ന് പറഞ്ഞ് കണ്ണു പൊത്തും. പക്ഷെ അവിടെ ആയിരിക്കും മറ്റൊരു വമ്പ ട്വിസ്റ്റ്. ആക്ച്വലി കണ്ണാടിയില് അവന്റെ ആ സ്കെൽട്ടൻ ബോഡി അത് റിഫ്ലക്ട് ചെയ്ത് കാണില്ല. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അത് കണ്ട് ഡബിൾ ഷോക്ക് ആവും. ഇവൻ ഗോസ്റ്റ് ആണ്, വാമ്പയർ ആണ്, എന്തൊക്കെയോ ആണ്. അതിന് സോറോ അവൻ ഫുൾ കലിപ്പില് അവനോട് ചോദിക്കും, സത്യം പറയ്, നീ ആരാണ്? അതിനവൻ അങ്ങനെ നടന്നു വന്ന് കാലുമേ കാലൊക്കെ കയറ്റി വെച്ച് ഒരു ചെയറിലിരിക്കും. ചോപ്പർ താഴേക്ക് നോക്കും, അവന്റെ നിഴല് അതിപ്പോ താഴെ കാണാനുണ്ടാവില്ല. സോ ഇവൻ ശരിക്കും ഒരു ഗോസ്റ്റ് തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവനങ്ങനെ നെഞ്ചെടുപ്പോട് കൂടെ നോക്കി നിൽക്കും. അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് മിണ്ടാതിരിക്കാൻ പറയും. എന്റെ സ്റ്റോറി അത് കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ക്ഷമ വേണം. വർഷങ്ങൾക്ക് മുൻപ് തന്നെ എന്റെ ഷാഡോയും ആരോ മോഷ്ടിച്ചെടുത്തു. അതിൽ പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഷാഡോ ഇല്ല. സോ എനിക്ക് എന്റെ ഷാഡോ അത് നഷ്ടപ്പെട്ടതിൽ പിന്നെ ഞാൻ സൺലൈറ്റിൽ ജീവിച്ചിട്ടില്ല. ഈ ഒരു ഡാർക്ക് സീൽ തന്നെ ചുറ്റി നടക്കുമായിരുന്നു. കേസ് എന്റെ സ്കെൽറ്റനില് ആ ഒരു സൺലൈറ്റ് അത് അടിക്കുകയാണെങ്കിൽ എന്റെ സ്കെൽറ്റൻ മുഴുവനായിട്ടും ഉരുകി പൊടിഞ്ഞില്ലാതാവും. എനിക്ക് ഷാഡോ ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്നെ മിററിലും കാണാൻ കഴിയില്ല. മാത്രമല്ല ലൈറ്റ് എന്റെ ബോഡിയിലും വീഴാൻ പാടില്ല. എന്നെ പോലെ തന്നെ ഷാഡോസ് നഷ്ടപ്പെട്ട എന്റെ ക്രൂ മെമ്പേഴ്സ് അവരും സൂര്യന്റെ വെളിച്ചം അടിച്ചാണ് കത്തിക്കരിഞ്ഞു പോയത്. നിങ്ങൾ ഇൻ കേസ് എന്റെ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ പോലും എന്റെ ഈ രൂപം അത് പതിയില്ല. കാരണം എന്റെ ബോഡിയിൽ നിന്ന് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യില്ല. ആണ് സാക്ഷാൽ സ്കെൽട്ടൻ ബ്രൂക്ക്. ഇത്രയും നാളും ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇപ്പൊ എനിക്കൊരു ടീം തന്നെ കിട്ടിയിരിക്കുകയാണെന്ന് പറഞ്ഞ് അവനിപ്പോ പൊട്ടിച്ചിരിക്കും. ഉത്സവപ്പിനാണെങ്കിൽ അവന്റെ ചിരിയൊക്കെ കണ്ട് വീണ്ടും വീണ്ടും പേടി കൂടും. വീണ്ടും പറയും, വർഷങ്ങളായിട്ട് ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു എനിക്ക്. ഒരാളെ പോലും കാണാതെ ഈ ഇരുണ്ട പ്രദേശത്ത് ഒരു ഭ്രാന്തനെ പോലെയും പ്രേതത്തെ പോലെയും ഞാൻ അലഞ്ഞു തിരിഞ്ഞു. വെള്ളത്തിലേക്ക് വീണ ഞാൻ മരണപ്പെടും. അതുകൊണ്ട് എപ്പോഴും ഈ കപ്പലിൽ തന്നെ ഇരുന്നു. ഇപ്പോഴെനിക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം എന്റെ കാത്തിരിപ്പിന് ഫലമുണ്ടായി. നിങ്ങളെപ്പോലെ കുറച്ച് നല്ല ആൾക്കാരെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. നല്ല ഫുഡ് കഴിക്കാൻ കഴിഞ്ഞു. തമാശയൊക്കെ പറഞ്ഞ് ഒരുപാട് നേരം സന്തോഷിച്ചിരിക്കാൻ പറ്റി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്കിപ്പോ നിങ്ങളുടെ കൂടെ വരാൻ കഴിയില്ല. നിങ്ങളുടെ കൂടെ സെയിൽ ചെയ്ത് ഞാൻ വീണ്ടും മുൻപോട്ട് പോയ സൂര്യന്റെ മുൻപിൽ ചെന്നപ്പെടും. ആ വെളിച്ചം എന്റെ ബോഡിയിൽ തട്ടിയ എന്റെ ക്രൂ മെമ്പേഴ്സിന് അവർക്ക് എന്ത് സംഭവിച്ചോ അത് തന്നെ എനിക്ക് സംഭവിക്കും. അതൊരിക്കലും നടക്കാൻ പാടില്ല. സോ ഞാൻ വീണ്ടും എന്റെ കപ്പലിലേക്ക് തിരികെ പോയി എന്റെ ഷാഡോയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ പോവാണ്. എന്റെ ഷാഡോ അതെന്ന് എനിക്ക് തിരികെ കിട്ടുന്നോ അന്ന് ഞാൻ പുറത്തേക്ക് വരും. ലൂഫി അവൻ ദേഷ്യപ്പെട്ട് പറയും, അതിന്റെ ഒന്നും ആവശ്യമില്ല. നിന്റെ ഷാഡോ അതാരോ മോഷ്ടിച്ചു എന്നല്ലേ നീ പറഞ്ഞത്? ആരാണെന്ന് പറ. അവനെ കണ്ടെത്തി നിന്റെ ഷാഡോ നിന്നെ തിരികെ ഏൽപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. അത് കേട്ട് ബ്രൂക്ക് അവൻ വണ്ടടിക്കും. എന്നോട് ഇത്രയും സ്നേഹമുള്ള ആരെയും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ഒരു കാരണവശാലും ഞാൻ അപകടത്തിലേക്ക് തള്ളിവിടില്ല. അവന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് അതെനിക്ക് തിരികെ എടുത്തുതരാൻ കഴിയില്ല. കാരണം അവൻ അത്രയ്ക്കും ഡേഞ്ചറാണ്. അവിടേക്ക് പോയാ നിങ്ങളും മരണപ്പെടും. പക്ഷെ ലൂഫി ആണെങ്കിൽ വിടാതെ അവനോട് കുത്തി കുത്തി ചോദിക്കും. പക്ഷെ അവൻ അതിനുത്തരം പറയില്ല. നിങ്ങൾ ആരും അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവണ്ട. ഇപ്പോ ഉള്ള ഈ കുറച്ച് സമയം ഇത് നമുക്ക് സന്തോഷമാക്കി തീർക്കാന്ന് പറഞ്ഞ് അവനൊരു വയലിനെടുത്ത് ഇപ്പോ അടിപൊളിയായിട്ട് വായിക്കാൻ തുടങ്ങും. ആക്ച്വലി അവന്റെ കപ്പലില് അവനൊരു മ്യൂസീഷ്യൻ ആയിരുന്നു. അവൻ പാട്ട് പാടാനായി വാ തുറക്കുമ്പോഴായിരിക്കും അവന്റെ തൊട്ടു മുൻപില് ഒരു ഗോസ്റ്റിനെ കാണുക. അവനാണെങ്കിൽ നോ എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങും. എന്നിട്ട് കപ്പലിന് പുറത്തേക്ക് വന്നിട്ട് പറയും, അവർ ഓൾറെഡി നിങ്ങളുടെ കപ്പല് കണ്ണുവെച്ച് കഴിഞ്ഞു. നിങ്ങൾക്ക് പോകേണ്ട വഴിയും അവര് ബ്ലോക്കാക്കി.
ബ്രൂക്ക് ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് ചോദിക്കും, നിങ്ങൾ കടലിലൂടെ വന്ന ഏതെങ്കിലും ബാരൽ എടുത്തിരുന്നോ? ഇതിനവര് പറയും, അതെ ഞങ്ങൾ എടുത്തിരുന്നു. ഓ മൈ ഗോഡ്, അങ്ങനെയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളെ ട്രാപ്പ് ചെയ്തു കഴിഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ഇവരുടെ തൊട്ട് മുൻപിലായിട്ട് വലിയൊരു ഐലാൻഡ് അങ്ങനെ വിസിബിൾ ആയിട്ട് വരികയാണ്. ഇതാണ് എല്ലാവരുടെയും പേടി സ്വപ്നമായ ആ കോസ്റ്റ് ഐലാൻഡ്. അത് കേട്ട് നമ്മുടെ ആൾക്കാരെല്ലാവരും പേടിച്ച് വിറയ്ക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.